വടക്കൻ കേരളത്തിൽ നിന്നാണ് തുടങ്ങുന്നത്, അത്യുത്തര കേരളത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. കാഞ്ഞങ്ങാട് മണ്ഡലം. കാഞ്ഞങ്ങാട് ഇപ്പോൾ മുൻ മന്ത്രി ഇ ചന്ദ്രശേഖരനാണ്. CPIയുടെ മണ്ഡലമാണ്. ഇ ചന്ദ്രശേഖരനാണ് MLA. ഇ ചന്ദ്രശേഖരന് കാഞ്ഞങ്ങാട്ടെ ജനങ്ങൾ എത്ര മാർക്ക് കൊടുക്കുന്നു എന്നുള്ളതാണ് ആദ്യം. റാങ്ക് 62. സംസ്ഥാനത്ത് 62ാമത്തെ റാങ്കോട് കൂടി 68.74 ഇ ചന്ദ്രശേഖരന്റെ സ്കോർ. മെച്ചപ്പെട്ട സ്കോറാണ്. മണ്ഡലം കാഞ്ഞങ്ങാടാണ്. മുൻ മന്ത്രിയായിരുന്നു. ഇടതുപക്ഷത്തിന് ടീം UDF 100 സീറ്റുകൾ നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ 40 സീറ്റ് നേടില്ലെന്ന് പറയുന്നുണ്ടല്ലോ. 100ൽ പെടാത്ത, അതിൽ 40ൽ പെടുന്ന ഒരു ഇടതുപക്ഷത്തിന്റെ ഉറച്ച മണ്ഡലങ്ങളിലൊന്നാണ്. അപ്പം ഈ 68.74 എന്ന് പറയുന്നത് മെച്ചപ്പെട്ട സ്കോറാണ്. ഈ ചന്ദ്രശേഖരൻ ഇത്തവണ മത്സരിക്കുന്നില്ല, അവിടെ പുതിയ സ്ഥാനാർത്ഥിയാണ്. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ എന്ന ജനബന്ധമുള്ള വളരെ ജനകീയനായ സ്ഥാനാർത്ഥിയാണ് ഇത്തവണ ഈ ചന്ദ്രശേഖരന് വേണ്ടി ഇറങ്ങുന്നത്. UDFന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്ന് അറിവായിട്ടില്ല. എന്തായാലും ഈ ചന്ദ്രശേഖരന് നല്ല മാർക്കുണ്ട്. ഈ ചന്ദ്രശേഖരൻ മാറുകയാണ്. ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ മത്സരിക്കുന്നു CPIക്ക് വേണ്ടി. നമുക്കിനി മണ്ഡലത്തിലെ രാഷ്ട്രീയ സ്ഥിതി പെട്ടെന്ന് പരിശോധിച്ചു വരാം. ആരാണ് കാഞ്ഞങ്ങാട് മുന്നിൽ? സംശയമില്ല, LDF തന്നെ 54.90, UDF 33.45, NDA 11.65, 21.45%. ഹ്യൂജ് മാർജിൻ ഉണ്ട്. 21.45. സ്വാഭാവികമായിട്ടും നമ്മൾ കാഞ്ഞങ്ങാട് പോലെ മണ്ഡലത്തിൽ അഭിപ്രായ സർവേ എടുക്കുമ്പോൾ LDFന് വലിയ മുൻതൂക്കം സർവേയിൽ ഉണ്ടാവും. അത് ആ മണ്ഡലത്തിന്റെ സ്വഭാവത്തിന്റെയാണ്. പ്രത്യേകിച്ച് അത്ഭുതങ്ങളൊന്നും പ്രത്യേകിച്ചൊരു സർവേയിൽ ഇതിനും വിരുദ്ധമായ ഒരു സംഭവം നടക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അത്ഭുതങ്ങൾക്ക് പ്രസക്തി ഇല്ലാത്ത എപ്പോഴും CPI ജയിച്ചുകൊണ്ടിരുന്ന ഹോസ്ദുർഗ് മണ്ഡലത്തിന്റെ പുതിയ രൂപമാണ് കാഞ്ഞങ്ങാട് മണ്ഡലം. കഴിഞ്ഞ തവണയും ഏതാണ്ട് 20,000-ന് മുകളിലുള്ള ഭൂരിപക്ഷത്തോടു കൂടി അവിടെ CPI ജയിച്ചതാണ്. അതെ, വടക്കൻ കേരളത്തിൽ CPIക്ക് ഷുവറായി ജയിക്കാൻ പറ്റുന്ന ഒരു മണ്ഡലം. അതെ, മണ്ഡല പുനർനിർണയത്തിന് ശേഷം 2011 മുതൽ കാഞ്ഞങ്ങാട് മണ്ഡലം രൂപം കൊണ്ടതിന് ശേഷം എല്ലാ തവണയും LDFനെ ജയിപ്പിച്ചിട്ടുള്ള മണ്ഡലമാണ് കാഞ്ഞങ്ങാട്. നമ്മൾ